ആദ്യം തന്നെ ചങ്ങാതിമാർക്കിൽ കിടിലോസ്ക്ക് നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി മീൻ പരലിൻ്റെ റെസിപ്പി കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയ എൻ്റെ ചങ്ങാതി കിളി പറഞ്ഞ് കിളി കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ. എൻ്റെ വായിലൊരു കപ്പൽ ഓടിക്കാനുള്ള കൊതി വരുന്നുണ്ട്. ഒരു രക്ഷയില്ല. ആദ്യം തന്നെ നെയ്മീനോ മോത ഏത് മീസായാലും ഇതുപോലത്തെ പീസായിട്ട് എടുക്കുക. എന്നതിന് ശേഷം വെള്ളവും ഉപ്പും കൂടെ ഇട്ടങ്ങ് നല്ലോണം കഴുകുക. ഒരു 3-4 പ്രാവശ്യം കഴുകുക. കഴുകി വൃത്തിയാകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ വാരി വെതർ കിടുക്കാച്ചി റെസിപ്പികളല്ല എൻ്റെ ചങ്ങാതിമാർ. ഒരു രക്ഷയില്ല. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ശേഷം ആവശ്യത്തിന് ഉപ്പെടുത്ത് വാരി വെതറിയ എൻ്റെ ചങ്ങാതി. എന്നിട്ട് മസാലപ്പൊടി ആയത് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ലെമൺ ജ്യൂസ് അല്ല വിനാഗിരി ആയാലും കുഴപ്പമില്ല, ഇച്ചിരി എടുത്ത് മറിക്കുക. എന്നിട്ട് ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ഇട്ട ശേഷം അതിലേക്ക് ലൈറ്റായിട്ട് കോൺഫ്ലവറും കൂടെ ഇടുക. കോൺഫ്ലവർ ഇടുന്ന ശേഷം ഈ മസാല വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യുമ്പോൾ കേട്ടോ. എന്നിട്ട് ഇവനെ നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ചൊരു 10 മിനിറ്റ് അങ്ങ് വെച്ചോ എൻ്റെ ചങ്ങാതി. സംഭവം വേറെ ലെവല. എന്നിട്ട് ഈ സാധനം ഒരു 10 മിനിറ്റ് ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതുപോലെ ചട്ടി ചൂടാക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു മറിക്കുക. വെളിച്ചെണ്ണ മറിച്ച ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലിട്ടങ്ങ് ഫ്രൈ ചെയ്യുക. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ്. അതിലും കയറി സപ്പോർട്ട് ചെയ്യാൻ ചങ്ങാതി പോലെ കിടുക്ക സപ്പോർട്ടല്ല, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമല്ല നമ്മുടെ കിടുക്കം വീഡിയോ ഒക്കെ ഇറങ്ങുന്നത്. ഇതുപോലെ വീഡിയോകൾ കാണാൻ നേരെ യൂട്യൂബിലും കയറിയോ ഫേസ്ബുക്കിലും കയറി ഏതിലായാലും തകർത്തോ. എന്നിട്ട് ആ തകർക്കുന്ന സമയത്ത് മീൻ അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ നല്ല വെളിച്ചെണ്ണയിലങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങാതി പറയണോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് നിങ്ങളുടെ വീട്ടിൽ വരെ എത്തുന്നുണ്ടാവും ഈ സമയത്ത്. ഈ സാധനം ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ നല്ലോണം അങ്ങ് ഫ്രൈ ചെയ്യുക. അത് വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുമ്പോൾ വേറെ ലെവലായിട്ടോ. എന്നിട്ട് അവസാനം ഫ്രൈ ചെയ്ത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ 2 മറിയും കൂടെ അങ്ങ് മറിക്കുക എൻ്റെ ചങ്ങാതി. ഇതുപോലെ മറിച്ചിട്ട് ഇവരെ അങ്ങ് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒരു മറിക്കുക. ഇത് മറിച്ച് പാത്രത്തിലേക്ക് വീഴുമ്പോൾ പിള്ളേരൊക്കെ അടുത്തിരിപ്പോൾ ചിലപ്പോൾ ചാടി ഒരു പീസും എടുത്ത് പിടിക്കും. കാരണം അത്ര ടേസ്റ്റാണ്. ആ സ്മെല്ലൊക്കെ വന്ന് ആരായാലും കൊതി വിട്ടു. അപ്പോൾ പിന്നെ ഒരു പീസ് എടുത്തുകൊണ്ട് പോയാലും കുറ്റമൊന്നും പറയാനില്ല എൻ്റെ ചങ്ങാതി. നേരെ എടുത്ത് ഫ്രൈ ചെയ്ത് ഇതുപോലെ എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് ഇതുപോലെ വാരി ഇങ്ങ് വിതറ എൻ്റെ ചങ്ങാതി. എന്നിട്ട് അടുത്ത സ്ഥിരം കലാപരിപാടികളെ നമ്മൾ തീ പിടിപ്പിച്ച ശേഷം അടുത്ത പരിപാടിയാണ് ഉരുളി ചൂടാക്കാൻ വെക്കുന്നു. ഉരുളി ചൂടായ ശേഷം വെളിച്ചെണ്ണ സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി നല്ലോണം ചതച്ച വെളുത്തുള്ളി എടുത്ത് ഇതിലിട്ട് ഇങ്ങനെ നല്ല ലൈറ്റായിട്ടൊന്ന് മൂപ്പിക്കുക. ഇവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി എടുത്തൊരു മറിക്കുക. ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ് ഇഞ്ചി വേണം കേട്ടോ. അവനെടുത്ത് ഇതിലിങ്ങനെ ലൈറ്റാന്ന് മൂപ്പിക്കുക. ആ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇവനെ നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ചെറുള്ളി എടുത്തൊരു മറിക്കുക കേട്ടോ. ചെറുള്ളി എടുത്ത് ഇതിലിങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. കാരണം മീൻ പരലിനൊക്കെ ചെറുള്ളി വേണം ഉണ്ടാക്കാൻ വേണ്ടി. ചെറുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് സബോളയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ചെറുതായി എരിഞ്ഞ് സബോളയും കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. രണ്ടും കൂടെ ചേരുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം വലിയ സവോളയാണെങ്കിൽ അതിനൊരു മധുരം വരും. അതുകൊണ്ടാണ് ചെറുള്ളി കൂടുതലിട്ട് വലിയ സവോള കുറച്ചും ഇട്ട് ഇതുപോലെ ഇങ്ങനെ മൂപ്പിച്ചൊരു കളറാകുന്ന വരെ വേണം. ഒരു ഗോൾഡൻ കളറാണ്, ഒത്തിരി ഓവറായിട്ട് കളറാവില്ല, ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ. എന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് നല്ല ചെറുതായി അരിഞ്ഞ പച്ചമുളക് എടുത്ത് ഒരു മറിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് അങ്ങ് കലക്കി കൂട്ടൻ്റെ ചങ്ങാതി കണ്ടോ. സംഭവം ഈ കളറിലും രൂപത്തിലും വരുമ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് നമുക്ക് മസാല ഇടിയിലാണ് പരിപാടി. മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ ആദ്യം എടുത്തൊരു മറിക്കും. ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മല്ലിപ്പൊടി ഇട്ട ശേഷം സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു എരിവിന് വേണ്ടി. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞപ്പൊടി ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലോണം മിക്സ് ചെയ്യാം. കാരണം ഈ മസാലയൊക്കെ പച്ചപ്പൊക്കെ ഒന്ന് മാറണമല്ലോ. എന്നിട്ട് മൂത്ത് നല്ല രൂപത്തിലും ഭാവത്തിലാക്കി ഇങ്ങ് എടുക്കുക സാധനം. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. ആ വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ആകുമ്പോഴേക്ക് വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് കുറച്ച് വാളംപുളി വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. കുടംപുളി വെള്ളമല്ല, വാളംപുളി വെള്ളം തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതിലിങ്ങനെ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിട്ട ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട ശേഷം മൊത്തത്തിലങ്ങ് സ്നേഹത്തിൽ മിക്സ് ചെയ്യുക ആണെങ്കിൽ ഇവനൊന്ന് ലെവലായി കഴിയുമ്പോൾ അതിലേക്ക് സ്റ്റൈലായിട്ട് ഇതുപോലെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കുക മൊത്തത്തിൽ. ഇപ്പോൾ ആ മസാലയ്ക്ക് പോലും ടേസ്റ്റ് കേട്ടോ. വേണേൽ ഇത് കൂട്ടിച്ച് ചോറുണ്ട് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലാണ്. ഇതൊക്കെ ഒരു കിടക്ക സാധനങ്ങളാണ്. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്ത് ഇതുപോലെ 2 ലാടിലങ്ങ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അവനെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ലോണം കുഴമ്പ് രൂപത്തിലാവും. അപ്പോൾ അതൊരു ഗ്രേവി പോലെ ഒരു സാധനം കിട്ടും കണ്ടോ. ഇതാണ് നമ്മുടെ പെരളൻ. ആ പെരളങ്ങ് റെഡിയാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം നല്ല റോസ്റ്റ് ചെയ്ത ചില്ലി ഫ്ലേക്സ് എടുത്ത് ഇതുപോലെ എടുത്തൊരു വാരി വിതറുക. എൻ്റെ ചങ്ങാതി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ അവനെ അങ്ങ് മിക്സ് ചെയ്യുക. ഒന്നും പറയാനില്ല എൻ്റെ ചങ്ങാതി, ഒന്നും പറയാം. ഇപ്പോൾ അയലോക്കത്തുള്ളവരൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തി ഈ സമയമാകുമ്പോഴേക്ക് ഈ സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോഴേക്ക് ആരുടെയും കിളി ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ എനിക്കൊരു പീസ് എടുത്ത് കഴിക്കാൻ തന്നെ വന്നിട്ടുള്ള രക്ഷയില്ല എൻ്റെ ചങ്ങാതി. കൊതി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് ഈ സാധനം പോകുന്നത്. എന്നാ സ്മെല്ലാണ് വരുന്നറിയോ.
വേണമെങ്കിൽ ഒന്നും നോക്കണ്ട. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അയലോക്കംകാർ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സാധനം. എന്നിട്ട് എന്നെ ആയാലും നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഒരു പീസ് എടുത്ത് ഞാൻ കഴിക്കാൻ പോവാം. ദേ ഒന്നും നോക്കില്ല, കണ്ണടച്ചൊരു പീസ് എടുത്ത് ഞാനങ്ങ് കഴിക്കുക. എൻ്റെ ചങ്ങാതി ഉണ്ടാക്കിക്കോ തകർത്തോ വേറെ സംഭവമാണ്. വേണമെങ്കിൽ ഇതേ നിങ്ങളുടെ എല്ലാ സമ്മതത്തോടും ഓരോ പീസ് നിങ്ങൾക്കും കൂടെ തരുമോ, വേണമെങ്കിൽ സാധനം പിടിച്ചോ, വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഇത് കൂട്ടി കഴിക്കുക. ഒന്നും നോക്കണ്ട ചങ്ങാതി. അപ്പോൾ ട്രൈ ചെയ്യുക, പൊളിക്കുക, പൊളിച്ച് തകർക്കുക എൻ്റെ ചങ്ങാതി വേറെ.